നേരത്തെ നിങ്ങൾ എന്നോട് ചോദിച്ചു മടി എങ്ങനെ മാറ്റാമെന്ന്. മടി എന്നുള്ളത് നമ്മുടെയൊക്കെ സ്വന്തം ജീവിതത്തിൽ ഉള്ള ഒരു കാര്യമാണ്. മടിയില്ലാത്ത ആരുമില്ല. ലേസിനെസ് എന്നാണ് അതിനെക്കുറിച്ച് പറയാം. ലേസിനെസ് നമ്മിൽ നിന്ന് മാറണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ സ്വന്തത്തോട് ആത്മനിർദ്ദേശം, ഓട്ടോ സജഷൻ നൽകേണ്ടതുണ്ട്. മടി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധം ഇല്ലാത്തത് കൊണ്ടാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഈ ചെയ്തു തീർക്കണം എന്നുള്ള ഒരു വാശി, അല്ലെങ്കിൽ എനിക്ക് നേടണം എന്നുള്ള ഒരാഗ്രഹം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അത് നേടാൻ വേണ്ടി സ്വന്തം മനസ്സിനെ ഞാൻ പ്രാപ്താക്കും, അല്ലെങ്കിൽ തയ്യാറാക്കും. സ്വന്തത്തോടുള്ള ഇഷ്ടമാണ് ആദ്യം നമുക്കുണ്ടാവേണ്ടത്. നമുക്കൊരുപാട് കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട്. ഈ നൽകിയ കഴിവുകളെ ഏറ്റവും നല്ല രൂപത്തിൽ ഞാൻ ചിലവഴിക്കും, അല്ലെങ്കിൽ നല്ല രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തും എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. ആലസ്യത്തിൽ നിൽക്കുന്ന, മടിയിൽ നിൽക്കുന്ന ഒരാൾക്കും ജീവിതത്തിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ പറ്റില്ല. സമയം കാത്തു സൂക്ഷിക്കുക, സമയം പാലിക്കുക, വാക്ക് പാലിക്കുക, ഇതൊക്കെ ഒരു നല്ല വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്. മടിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു നേട്ടം അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം മടി എന്നുള്ളത് നമ്മുടെ ലൈഫിനെ നിഷ്ക്രിയമാക്കുന്ന കാര്യമാണ്. ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി തിരിക്കുന്നുണ്ടോ, ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് എനിക്ക് ഇത്ര മണിക്കൂർ കൊണ്ട്, ഇത്ര ദിവസം കൊണ്ട്, ഇത്ര വർഷം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നേടി എടുക്കണം എന്നുള്ള ശക്തമായ ആത്മനിർദ്ദേശം ഞാൻ എന്നോട് നടത്തണം. എന്നിട്ട് ഞാനത് വിഷ്വലൈസ് ചെയ്യണം. അതായത് ഈ ഒരു മടി അവസാനിപ്പിച്ച് പ്രവർത്തന നിരതമാകുമ്പോൾ അതെൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവരുന്ന നേട്ടം എന്ത്, അതിനെ വിഷ്വലൈസ് ചെയ്യാൻ, എനിക്ക് മുൻകൂട്ടി കാണാൻ, ഭാവനയിൽ കാണാൻ, ആ നേട്ടം ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് സ്വന്തം ഉണ്ടാവുന്ന സന്തോഷം, മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ, പ്രശംസ, ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കാണുകയാണെങ്കിൽ ആലസ്യത്തിൽ നിന്ന്, മടിയിൽ നിന്ന് മുക്തമാവാനും പ്രവർത്തനങ്ങളിൽ നിരതമാവാനും എനിക്ക് സാധിക്കും. ഒപ്പം തന്നെ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോൾ ആ പ്രവൃത്തി കൊണ്ട് എനിക്ക് എന്ത് നേട്ടാണ്, കുടുംബത്തിന് എന്ത് നേട്ടാണ്, സമൂഹത്തിന് എന്ത് നേട്ടാണ്, നമ്മുടെ രാജ്യത്തിന് എന്ത് നേട്ടാണ്. അപ്പോ ഞാൻ ഏത് കാര്യം പ്രവർത്തിക്കുകയാണെങ്കിലും അതിന്റെ അച്ചീവ്മെന്റ്, അതിന്റെ നേട്ടം, അതിന്റെ മെറിറ്റ്സ് ഇന്നതാണ് എന്ന് ഫോർകാസ്റ്റ് ചെയ്യാൻ, മുൻകൂട്ടി കാണാൻ, ആ നേട്ടത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ കൃത്യമായിട്ടുള്ള സെൽഫ് മോട്ടിവേഷൻ, അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. എക്സ്റ്റേണൽ മോട്ടിവേഷൻ എന്നുള്ളത് താൽക്കാലികമാണ്. സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യണം എന്നുള്ള അഭിവാഞ്ച, അല്ലെങ്കിൽ ഒരു പാഷൻ, ശക്തമായിട്ടുള്ള ഒരാഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.